ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരനാണ്. ചീരത്തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ എല്ലാ വീടുകളിൽ കൂടി ഉണ്ടാക്കുന്നതാണ്. ഇത്ര വലിയ സ്പെഷ്യലൊന്നുമില്ല, പക്ഷേ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷസിലൊന്നായതുകൊണ്ട് ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴുകി നമ്മൾ വാലാൻ വച്ചിട്ട് ചീര ഇതുപോലെ കുനുകുനാന്ന് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ഇത് ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്, വേറൊന്നും കൊണ്ടല്ല, ബാക്കി പാത്രങ്ങളെല്ലാം കഴുകാൻ കിടക്കുകയാണ്. സോ നമ്മളിന്നിത് മൺചട്ടിയിൽ എടുത്തു. പിന്നെ ഇതിനകത്തേക്ക് ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് കടുക് പൊട്ടിച്ച് ഈ ചീര മാത്രം ഇട്ട് നമ്മൾ പൊത്തി വെച്ച് വളരെ സിമ്മിലിട്ടാണ് വേവിക്കുന്നത്. ഈ ചീര വെന്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാനിത് അരപ്പിൻ്റെ കൂടെയാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. തേങ്ങ, വെളുത്തുള്ളി, ചെറിയുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഞാൻ അരപ്പായിട്ട് അരച്ചെടുത്തു. അതിൽ വെളുത്തുള്ളി നിങ്ങളുടെ ഓപ്ഷനാണ്. ഈ പറഞ്ഞ പോലെ കടുക് പൊട്ടിച്ച് ചീര വളരെ സിമ്മിലിട്ടാണ് ഞാൻ വേവിക്കുന്നത്, വെള്ളമൊന്നും ഒഴിക്കാറില്ല. പൊത്തി വെച്ച് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഈ അരപ്പും കൂടി ഇട്ട് അരപ്പും വെച്ചൊന്ന് പൊത്തി, അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡിയായി.